വിപിൻ, ഇനിയിപ്പോ ഈ നരാധമന്മാരായ പ്രതികളെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയല്ലേ? അതെ ആഷ്മി, ഇനിയിപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതാ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് വാനുണ്ട്. അതിൽ തന്നെ ഈ 6 പ്രതികളെയും വിയൂർ ജയിലിൽ നിന്നാണ് കൊണ്ടുവന്നത്. അവിടേക്ക് തന്നെ ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും. വിധിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രതി 1 മുതൽ 6 വരെയുള്ളതിൽ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ളവ തെളിഞ്ഞിരിക്കുന്നു. അതിൽ 20 വർഷം കഠിന തടവും ഓരോരുത്തരും 50,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. അതുപോലെ തന്നെ പ്രതികൾ 1 മുതൽ 6 വരെ IPC സെക്ഷൻ 342 അന്യായമായ തടങ്കൽ വയ്ക്കൽ പ്രകാരം 1 വർഷം വെറും തടവും വിധിച്ചിട്ടുണ്ട്. മറ്റ് വകുപ്പുകൾക്ക് പ്രത്യേകമായിട്ട് ശിക്ഷ വിധിക്കുന്നില്ല. അതായത് ഈ 20 വർഷം തടവ് എന്നുള്ളതാണ് നിലവിൽ ഒരു ശിക്ഷയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 വയസ്സിന് താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം. നിർഭയ കേസിൽ സുപ്രീം കോടതി നിരീക്ഷണങ്ങളും ഇവിടെ പ്രസക്തമാണ് എന്നുള്ളതും കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിഷ്ണു സുരേഷ് കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിഷ്ണു സുരേഷ് വളരെ കൃത്യമായി തന്നെ കണ്ടതാണ്. എന്താണ് കോടതിയിൽ നടന്നത്, ഇപ്പോൾ എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയെ നമുക്ക് കാണുന്നത്? അതായത് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ആവശ്യം ജീവപര്യന്തം എന്നായിരുന്നു. പക്ഷേ ജീവപര്യന്തം പ്രതികൾക്ക് നൽകുന്നില്ല. മറിച്ച് 120B പ്രകാരവും അതോടൊപ്പം തന്നെ കൂട്ടബലാത്സംഗത്തിനും 20 വർഷം കഠിന തടവിന് പ്രതികളെ വിധിച്ചിരിക്കുന്നു. ഇത് ഒറ്റ ശിക്ഷയെ അനുഭവിച്ചാൽ മതി. എല്ലാ പ്രതികൾക്കെതിരെയും ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെല്ലാം നിലനിന്നിട്ടുണ്ട്. IT ആക്ട് നിലനിന്നിരിക്കുന്നത് പൾസർ സുനിക്കെതിരെ മാത്രമാണ്. IT ആക്ടിലെ 2 വകുപ്പുകൾ പൾസർ സുനിക്കെതിരെ നിലനിന്നിട്ടുണ്ട്. കോടതി ഈ വിധി പ്രസ്താവം തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്. ഇത് വളരെ സെൻസേഷണലായ ഒരു കേസാണ്. പക്ഷേ ആ സെൻസേഷണലിസം ഒരു തരത്തിലും ഈ വിധി പറയുന്ന ഘട്ടത്തിലോ വിധിയോ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ശിക്ഷാവിധി ഓരോന്നായി പറഞ്ഞത്. അതിൽ നേരത്തെ നമ്മൾ പ്രതീക്ഷ അനുസരിച്ച് 1-ാം പ്രതിക്ക് ജീവപര്യന്തത്തിലേക്ക് പോകുമെന്ന് കരുതിയെങ്കിലും പക്ഷേ അങ്ങനെയല്ല. 20 വർഷം കഠിന തടവ് എന്നുള്ളതാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പ്രതികളുടെ പ്രായം, കുടുംബ പശ്ചാത്തലം എല്ലാം കോടതി പരിഗണിച്ചിട്ടുണ്ട്. പ്രായം എന്നുള്ളത് 40 വയസ്സിൽ താഴെ പ്രായം മാത്രമാണ് ഈ പ്രതികൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ജീവപര്യന്തത്തിലേക്ക് പോകാതെ മറ്റ് 20 വർഷത്തേക്ക് കഠിന തടവ് പോയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ പിഴയുടെ കാര്യത്തിലേക്ക് വന്നാൽ 5 ലക്ഷം രൂപ പിഴ ഈ അതിജീവിതക്ക് ഈ കേസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ കേസിനും പ്രത്യേകം പിഴ ഇട്ടിട്ടുണ്ട്. അതിൽ തട്ടിക്കൊണ്ടുപോകൽ കടക്കം കുറ്റങ്ങളുണ്ട്. 10 വർഷം കഠിന തടവും അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ്. 25,000 രൂപ പിഴയുമാണ് ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോകൽ വകുപ്പിനുള്ളത്. അത്തരത്തിൽ എല്ലാ വകുപ്പുകളും 354B, 354 അതോടൊപ്പം 109 എല്ലാ വകുപ്പുകളും തെളിഞ്ഞിട്ടുണ്ട്. A1-നെതിരെ എല്ലാ വകുപ്പുകളും തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളുടെ പ്രായം അതോടൊപ്പം തന്നെ ആ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷന്റെ പ്രതികരണം കിട്ടുന്നുണ്ടോ? കാര്യം ഇതിൽ ഇപ്പൊ നിർഭയ കേസിൽ അതിൽ അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ആ കേസിൽ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന ഒരു മൈനർ ഒഴികെ ബാക്കി മേജറായുള്ള ആൾക്കാർക്കൊക്കെ സെന്റൻസ് കൊടുത്തായിരുന്നു ആ കേസ്. അപ്പോൾ അതിലെ നിർദ്ദേശങ്ങൾ ഇതിലേക്ക് റിലേ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും 376 കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ പൾസർ സുനിക്കെങ്കിലും കൊടുക്കുമെന്ന് പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതാണ്. ഉറപ്പായും അതിലെ പ്രതികരണം അതുകൊണ്ട് തന്നെ നിർണായകമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.